ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മത്തി വറുത്തത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യവും മീൻ വറുത്ത് കഴിയുമ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും, മടുത്തു, ഇനി ഇത് വാങ്ങേണ്ട എന്ന്. കാരണം എന്താണ്? അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു മണമാണ്. മത്തി വറുത്ത ശേഷം വീട് മുഴുവനും മത്തിയുടെ രൂക്ഷഗന്ധമായിരിക്കും. 2 ദിവസത്തേക്ക് പിന്നെ പറയാനില്ല. മത്തിയുടെ മണം മാറാനായിട്ട് ഞാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മത്തിയുടെ ആ ബാഡ് സ്മെൽ മാറ്റിയെടുക്കാൻ സാധിക്കും. മത്തി വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞ് ഉപ്പുകല്ലും അല്പം കുരുമുളകിൻ്റെ ഇല കീറി ഞെരടിയെടുത്തതും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് കഴുകിയെടുക്കാം. മണം ഉണ്ടാവില്ല. മത്തിയുടെ ആ മണം പിന്നെ വറുക്കുമ്പോഴാണെങ്കിലും ആ പാത്രത്തിലാണെങ്കിലും കാണില്ല. പക്ഷേ ഒരു പ്രശ്നം, എല്ലാവർക്കും കുരുമുളകിൻ്റെ ഇല ലഭ്യമാകണമെന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു വിദ്യ കൂടി ഞാൻ പറയാം. മീൻ വറുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മസാല നമ്മൾ പുരട്ടി വയ്ക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം നാരങ്ങ നീര് കൂടി തേച്ച് പിടിപ്പിച്ച ശേഷം വറുത്താൽ മതി. ആ ഉളുമ്പ് നാറ്റം ഉണ്ടാവില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഇനി മറ്റൊരു വിദ്യയുണ്ട്, നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. മെഴുകുതിരി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബാഡ് സ്മെൽ അകറ്റാൻ സാധിക്കും. മീൻ വറുക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് അടുത്ത് വെച്ചാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മീൻ വറുത്ത പാൻ നന്നായി കഴുകിയ ശേഷം അല്പം കാപ്പിപ്പൊടി ചൂടാക്കിയാൽ ആ പാത്രത്തിലുള്ള മീനിൻ്റെ മണവും മാറും. മുറിയിലെ വായുവും നല്ല ഫ്രഷ് ആകും. നല്ല കാപ്പിപ്പൊടിയുടെ മണം കൊണ്ട് നിറയും. നിങ്ങൾക്കിതിൽ എളുപ്പമെന്ന് തോന്നുന്നത് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആകുകയാണെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ മെത്തേഡ്സ് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അറിവ് പ്രയോജനകരമായിരിക്കും.